ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ജി ഓഫ് ഗുഡ് ന്യൂസ് ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. ചില പ്രത്യേക ആവശ്യങ്ങൾ വന്നതിനാൽ കേരളത്തിൽ പോകേണ്ടതായിട്ട് വരികയും ചില ദിവസങ്ങൾ വീഡിയോ ചെയ്യുവാൻ സാധിക്കാതെ വരികയും ചെയ്തു. വീണ്ടും കർത്താവിൽ ആശ്രയിച്ച് നമ്മൾ ദൈവവചന ധ്യാനം ആരംഭിക്കുകയാണ്. അധികവും ആനുകാലിക സംഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കഷ്ടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും എൻ്റെ ജീവിതാനുഭവങ്ങളും എല്ലാം ചേർത്തിട്ടാണ് ഈ വചനങ്ങളെല്ലാം ദൈവത്തിൽ ആശ്രയിച്ച് തയ്യാറാക്കുന്നത്. നിങ്ങളെല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവർക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. ദൈവനാമം എല്ലാ നിലയിലും മഹത്വപ്പെടുവാൻ ഇടയാകട്ടെ. ഇന്നത്തെ വചനധ്യാനത്തിനായിട്ട് നാം ചിന്തിക്കുവാൻ പോകുന്ന ദൈവത്തിൻ്റെ വചനം സംഖ്യാപുസ്തകം 33-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങളാണ്. പെസഹ കഴിഞ്ഞ പിറ്റേന്നാൾ ഇസ്രായേൽ മക്കൾ എല്ലാ മിസ്രൈമ്യരും കാണുക യുദ്ധസന്നദ്ധരായി പുറപ്പെട്ടു. മിസ്രൈമ്യരോ യഹോവ തങ്ങളുടെ ഇടയിൽ സംഹരിച്ച കടിഞ്ഞൂലുകളെല്ലാം കുഴിച്ചിടുകയായിരുന്നു. പെസഹ കഴിഞ്ഞ പിറ്റേന്നാൾ. പെസഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം നമ്മൾ ഗൂഗിളിൽ അടിച്ചു കൊടുത്താലും നമുക്കത് കിട്ടും. കടന്നു പോക്ക് അല്ലെങ്കിൽ കടന്നു പോകുക എന്നുള്ളതാണ്. കഴിഞ്ഞ 430 വർഷങ്ങളായിട്ട് ഫറവോ രാജാവിൻ്റെ അടിമകളായിട്ട് വസിച്ചിരുന്ന യഹൂദ ജനം അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും എല്ലാം ദൈവം മോശെ മുഖാന്തരം ഫറവോനെ കാണിച്ചു കൊടുത്തെങ്കിലും ദൈവത്തെ ആരാധിക്കുവാനായിട്ട് ഫറവോ തൻ്റെ ജനത്തെ വിട്ടയച്ചില്ല. ഒടുവിൽ ദൈവം ഒരു വലിയ ന്യായവിധി അവിടെ നടത്തുകയാണ്. അനേക അടയാളങ്ങൾ കാണിച്ചു കൊടുത്തു. അവൻ്റെ ഹൃദയം കഠിനപ്പെട്ടു പോയതല്ലാതെ ഓരോ പ്രാവശ്യം വിട്ടയക്കാമെന്ന് പറയും. എന്നാൽ ആ ബാധ മാറിക്കഴിയുമ്പോൾ അവൻ ഇസ്രായേൽ ജനത്തെ വിട്ടയക്കാതെ അവരെ കഠിനമായ വേലകളാൽ അവരെ കഷ്ടപ്പെടുത്തി കൊണ്ടുവന്നു. എന്നാൽ അവരുടെ നിലവിളി കേട്ട് ദൈവം മോശയെ വിളിക്കുകയും മോശ മുഖാന്തരം ഇസ്രായേൽ ജനത്തെ വിടുവിക്കുവാൻ തക്കവണ്ണം ദൈവം കാര്യങ്ങളെ ഏർപ്പാട് ചെയ്യുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ഈ 430 വർഷത്തിന് ശേഷമുള്ള പ്രയാണം അത് നടക്കുന്ന സമയത്ത് ഒരു വലിയ ന്യായവിധി അവിടെ ഉണ്ടായി. ദൈവം മോശ മുഖാന്തരം കൊടുത്ത ഒരു കൽപ്പന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാളെ ഈ രാത്രിയിൽ സംഹാരദൂതൻ ഇതിലെ കടന്നു വരും. നിങ്ങൾ ഒരു ആട്ടിൻകുട്ടി എടുക്കണം, അതിനു മുമ്പ് സൂക്ഷിക്കണം. അതിനുശേഷം പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നിങ്ങൾ ഒരു ആട്ടിൻകുട്ടി എടുക്കണം, അതിന് ഓനമില്ലാത്തതാണെന്ന് ഉറപ്പുവരുത്തണം, അതിനെ സൂക്ഷിക്കണം. അതിനുശേഷം സന്ധ്യാസമയത്ത് എല്ലാവരും അതിനെ അറുക്കണം. അതിനെ അറുത്തിട്ട് അതിൻ്റെ രക്തമെടുത്ത് കട്ടിളപ്പടിമേലും കുറുമ്പടിമേലും പുരട്ടണം. അപ്പോൾ സംഹാരദൂതൻ രാത്രിയായി ആ വഴിയെ കടന്നു വരും. അങ്ങനെ കടന്നു വരുമ്പോൾ ഏത് വീട്ടിൽ ഈ രക്തം അടയാളമായിരിക്കുന്നുമോ ആ വീട്ടിലുള്ള യാതിജാതന്മാരെല്ലാം സുരക്ഷിതരായിരിക്കും. ഏതെങ്കിലും ഒരു കുഞ്ഞ് പറയുകയാണ്, നമ്മൾ ഓമനിച്ച് വളർത്തിയ ആടാണ്, അതിനെ കൊല്ലണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടിലെ ആദിജാതൻ മരിക്കാത്തത് കാരണമായിട്ട് തരും. ആ ആട് കൊല്ലപ്പെടണം. ആട് കൊല്ലപ്പെട്ട് അതിൻ്റെ രക്തമെടുത്ത് കട്ടിളപ്പടിമേലും കുറുമ്പടിമേലും പുരട്ടണം. അപ്പോൾ സംഹാരദൂതൻ അതിൽ കടന്നു വരും. അങ്ങനെ ഇസ്രായേൽ ജനത്തിൻ്റെ വീടുകളിലെല്ലാം ഈ ആട്ടിൻ്റെ രക്തമുണ്ടായിരുന്നതുകൊണ്ട് സംഹാരദൂതൻ അതിലുള്ള ഒരു വീട്ടിലും ഒരു മരണവും നടത്താതെ അവിടെ നിന്ന് മുന്നോട്ട് പോയി. എന്നാൽ മിസ്രൈമ്യരെ ഇസ്രായേലിൻ്റെ ആചാരങ്ങളൊന്നും നടപ്പാക്കുന്ന ആളുകളല്ലല്ലോ. അവർ ഭയങ്കര വിഗ്രഹാരാധികളും ദൈവനിഷേധികളുമായിട്ടുള്ള ആളുകളാണ്. അങ്ങനെ അവിടെ ദൈവം ഒരു വലിയ ന്യായവിധി നടത്തുകയാണ്. മിസ്രൈമ്യരുടെ ഭവനങ്ങളിലൊന്നും ഈ രക്തത്തളിപ്പില്ലാത്തതിനാൽ, ഈ കട്ടിളപ്പടിമേലും കുറുമ്പടിമേലും ഒന്നും ഈ രക്തം പുരട്ടിയിട്ടില്ലാത്തതിനാൽ, ആ വിശ്വാസത്തിൻ്റെ ഒരു ക്രമീകരണം അവിടെ ഇല്ലാതിരുന്നതിനാൽ ആ വീടുകളിലെല്ലാം ഒരു വലിയ നിലവിളി നടക്കുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീർന്നു. അവരുടെ ആദ്യജാതന്മാർ, അതായത് ഫറവോ രാജാവിൻ്റെ കൊട്ടാരത്തിലുള്ള ആദ്യജാതൻ മുതൽ അവൻ്റെ തടവറയിൽ കിടക്കുന്ന കുറ്റവാളിയുടെ അല്ലെങ്കിൽ തടവറയിൽ കിടക്കുന്ന വ്യക്തിയുടെ ആദ്യജാതൻ വരെയും മൃഗങ്ങളുടെ എല്ലാം കടിഞ്ഞൂലുകളെയും ദൈവം സംഹരിക്കുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീർന്നു. അതിനു മുമ്പ് പല പ്രാവശ്യം ദൈവം അവന് അനവധി അത്ഭുതങ്ങളും അടയാളങ്ങളെല്ലാം കാണിച്ചു കൊടുത്തു. എൻ്റെ ജനത്തെ വിട്ടയക്കണം, അവരെ ആരാധിക്കാനായിട്ട് വിട്ടയക്കണം. എന്നാൽ ഫറവോ കൂട്ടാക്കിയില്ല. ഇപ്പോൾ ഒരു വലിയ ന്യായവിധി നടത്തുകയാണ്. അങ്ങനെ നമ്മളിപ്പോൾ വായിച്ച് കേട്ട വേദവാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, പെസഹ കഴിഞ്ഞ പിറ്റേന്നാൾ ഇസ്രായേൽ മക്കൾ എല്ലാ മിസ്രൈമ്യരും കാണുക യുദ്ധസന്നദ്ധരായിട്ട് പുറപ്പെട്ടു. ഇപ്പോൾ എല്ലാവരും കാണെ തന്നെയാണ് യുദ്ധസന്നദ്ധരായിട്ട് ഇസ്രായേൽ ജനം കടന്നു പോകുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ സമയത്ത് മിസ്രൈമ്യർക്ക് മിണ്ടുവാൻ കഴിയില്ലാത്ത നിലയിൽ ഒരു ഷോക്ക് ദൈവം കൊടുത്തു. എന്താണെന്നറിയാവോ? അവരുടെ വീടുകളിലുള്ള ആദിജാതന്മാരെല്ലാം മരിച്ചു കിടക്കുകയാണ്. അവരുടെ വീടുകളിൽ തങ്ങിയിരുന്ന മൃഗങ്ങളുടെ എല്ലാം കടിഞ്ഞൂൽ കുഞ്ഞുങ്ങൾ മരിച്ചു കിടക്കുകയാണ്. അപ്പോൾ ഒരു വലിയ ന്യായവിധി നടത്തിയതിന് ശേഷം ഇവർക്കിനി എന്താ ചെയ്യുന്നത്? ഇവരെ പറഞ്ഞു വിടുക ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇതിനെല്ലാം കുഴിച്ചിടുക എന്നുള്ളത്. ഇതിനെ സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റുന്ന ഒന്നല്ലല്ലോ.
അങ്ങനെ ഫറവോ രാജാവിൻ്റെ ആ മിസ്രൈമിലുള്ള എല്ലാ ആദ്യജാതന്മാരെയും അടക്കം ചെയ്യുന്ന ഒരു വേലയിലായിരുന്നു ഇസ്രായേൽ ജനം അവിടുന്ന് വിടുവിക്കപ്പെടുമ്പോൾ. 430 വർഷത്തെ കഠിനമായ യാതനയ്ക്ക് ശേഷം ദൈവം അവരെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഒരു വലിയ ജനക്കൂട്ടം, 6 ലക്ഷം പുരുഷന്മാർ, അവരുടെ ഭാര്യമാർ, പിന്നെ അവരുടെ പെങ്ങന്മാരൊക്കെ ഉണ്ടായിരിക്കും, പിന്നെ കുഞ്ഞു കുട്ടികൾ എല്ലാം അടക്കം ഒരു വലിയ സമൂഹം അവിടുന്ന് പുറപ്പെടുകയാണ്. അത് ശത്രു നോക്കി നിൽക്കുകയാണ് അവിടുന്ന് പുറപ്പെടുന്നത്. ശത്രുവിന് അനങ്ങാൻ കഴിയില്ല. നമ്മളെ പലപ്പോഴും ദൈവമക്കളെ ദൈവം വിടുവിക്കുന്നത് എങ്ങനെയായിരിക്കും? നമ്മുടെ ശത്രുക്കളെ സൈലൻ്റ് ആക്കി കളയും. അവനെ തകർത്ത് തരിപ്പണമായിട്ട് അവന് നാമനക്കാൻ കഴിയാത്ത നിലയിൽ അതുവരെ അവൻ നമ്മളെ പീഡിപ്പിച്ച് ഞെരുക്കി ബുദ്ധിമുട്ടി കഷ്ടപ്പെടുത്തി പലവിധമായ നിലയിൽ നമ്മളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടാവും. എന്നാൽ ഒരു ദിവസം ദൈവം നമ്മളെ ആ ശത്രുവിൻ്റെ മുമ്പിൽ അവൻ്റെ മുൻപിലൂടെ കടന്നു പോകും. അവന് വായ തുറക്കാൻ കഴിയാതെ വണ്ണം അത്രമാത്രം ഭയങ്കരമായ ന്യായവിധി അയച്ച് ദൈവം തൻ്റെ ജനത്തെ വിടുവിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യാക്കോബിന് 12 ആൺമക്കളാണ് ഉണ്ടായിരുന്നത്. അതിൽ ഇളയ മകനായിരുന്നു യോസെഫ്. യോസെഫ് ചില സ്വപ്നങ്ങളെല്ലാം കാണുകയും തൻ്റെ പിതാവിനോട് അത് പറയുകയും സഹോദരന്മാരോടെല്ലാം പറയുകയും ചെയ്ത നിമിത്തം യോസെഫിനെ അവരെല്ലാവരും പകച്ചു. അവനോട് ഭയങ്കര അസൂയ തോന്നി. യോസെഫിനെ ആണെങ്കിൽ യാക്കോബ് അധികം സ്നേഹിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഭയങ്കര അസൂയ തോന്നി. അങ്ങനെ യാക്കോബ് ഒരു ദിവസം യോസെഫിനോട് പറഞ്ഞു, നിൻ്റെ ജ്യേഷ്ഠന്മാർ ആടിനെ തെറ്റുവാനായിട്ട് പോയിരിക്കുന്നു, നീ അവരെ പോയി കണ്ട് ഈ പലഹാരമെല്ലാം കൊടുത്ത് ക്ഷേമമൊക്കെ അന്വേഷിച്ചിട്ട് വരാനായിട്ട് പറഞ്ഞ് യോസെഫിനെ വിടുകയാണ്. അങ്ങനെ ദൂരെ നിന്ന് ഇവരെ യോസെഫ് വരുന്നത് കണ്ടപ്പോൾ ഇവർ പറഞ്ഞു, ഇതാ സ്വപ്നക്കാരൻ വരുന്നുണ്ട്, നമുക്ക് ഇന്ന് അവനെ കൊന്നുകളയണം, അവൻ്റെ സ്വപ്നം എന്താകുമെന്ന് നമുക്ക് കാണാമല്ലോ എന്ന് പറഞ്ഞ് അവനെ കൊല്ലുവാൻ തീരുമാനമെടുക്കുകയാണ്. അപ്പോൾ അതിനകത്ത് ഒരു ജ്യേഷ്ഠൻ പറഞ്ഞു, അവനെ ഇപ്പോൾ കൊല്ലണ്ട, നമുക്ക് ആ പൊട്ടക്കിണറ്റിലേക്ക് ഇട്ടേക്കാം, അവനെ പിന്നീട് അവൻ അവിടെ കിടന്ന് ചത്തുപൊക്കളും. പുള്ളി ഇത് പറഞ്ഞതിൻ്റെ ഉള്ളിലൊരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരെല്ലാം മാറിക്കഴിയുമ്പോൾ അവനെ രക്ഷിച്ച് വിടാമെന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞത്. എന്നാൽ അവൻ പോയി കഴിഞ്ഞപ്പോൾ ഇവർ നോക്കുമ്പോൾ ഒരു മിഥ്യാന്യ കച്ചവടക്കാർ വരികയാണ്. അവർ വരുന്ന കണ്ടപ്പോൾ ഇവരെ പറഞ്ഞു, നമ്മൾ ഇവനെ വെറുതെ പൊട്ടക്കിണറ്റിലിട്ട് കൊല്ലണ്ട, നമുക്ക് അവർക്ക് കൊടുത്തു വിടാമെന്ന് പറഞ്ഞ് കുറച്ച് പണത്തെ വാങ്ങിയിട്ട് അവർ ഈ മിഥ്യാന്യ കച്ചവടക്കാർക്ക് യോസെഫിനെ വിൽക്കുകയാണ്. യോസെഫ് വളരെ കരഞ്ഞു. അവൻ്റെ 2 കൈകളും കെട്ടി ഒട്ടകത്തിൻ്റെ പിന്നാലെ കയറിൽ കെട്ടി അവനെ വലിച്ചുകൊണ്ട് പോവുകയാണ്. അവൻ വളരെ കരഞ്ഞു. തൻ്റെ സഹോദരന്മാരെല്ലാം കരച്ചിൽ നോക്കിയെന്നല്ലാതെ അവനോട് ഒരു സഹതാപം അവർക്ക് തോന്നിയില്ല. അങ്ങനെ അവനെ കൊണ്ടുപോയി അവിടെ മിഥ്യാന്യ കച്ചവടക്കാർ കൊണ്ടുപോയി അവരെ ഒരു ചന്തയിൽ അവനെ വിൽക്കുവാനായിട്ട് വെച്ചു. ആ സമയത്ത് ഫറവോൻ്റെ ഒരു അകമ്പടി നായകനായിരുന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്ന പോത്തിഫർ എന്ന് പറയുന്ന മനുഷ്യൻ അവനെ വിലയ്ക്ക് വാങ്ങുകയും അവനെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അതിനുശേഷം അവനെ ആ വീട്ടിലെ കാര്യങ്ങളെല്ലാം ഏൽപ്പിച്ചു. ഇന്ന് നമ്മളൊക്കെ ആണെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പനില്ല, അമ്മയില്ല, സഹോദരന്മാരാരും കൂടുതൽ എല്ലാവരും കൂടി തന്നെ തള്ളിക്കളഞ്ഞല്ലോ എന്നോർത്ത് ഭയങ്കര കടുത്ത നിരാശയിൽ നമ്മളൊക്കെ ആയിപ്പോകും. എന്നാൽ യോസെഫ് നിരാശനൊന്നും ആയില്ല. തനിക്ക് ഭാഷ അറിയില്ല, തനിക്ക് അവിടുത്തെ രീതികളൊന്നും അറിയില്ല, അവിടുത്തെ ആചാരങ്ങളൊന്നും അറിയില്ല. എങ്കിലും ദൈവം തൻ്റെ കൂടെ ഇരിക്കുന്നുണ്ട് എന്നുള്ള ഉറപ്പ് അവന് കിട്ടിയതിനാൽ അവനവിടെ ജോലി ചെയ്യാനായിട്ട് തുടങ്ങി. അവനെ വളരെ ഇഷ്ടപ്പെടുവാനായിട്ട് തീർന്നു. കാരണം ഇവനെ ഏൽപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം, ഒരു ഭാഷ അറിയില്ല, ആചാരങ്ങൾ അറിയില്ല, ഒന്നും അറിയില്ലെങ്കിലും ഇവനെ ഏൽപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം ദൈവം അവനോട് കൂടെ ഇരിക്കുന്നത് കൊണ്ട് അത് നടത്തി കൊടുക്കുന്നത് ദൈവമാണെന്ന് ഫറവോന് മനസ്സിലായി. അതുകൊണ്ട് ഫറവോ എന്ത് ചെയ്തു? ആ വീട് തന്നെ അവനെ ഏൽപ്പിച്ചു. അവൻ്റെ ഗ്രഹത്തിൻ്റെ വിചാരകനായിട്ട് അവനെ മാറ്റി. ഒരു ഉദ്യോഗ കയറ്റം തന്നെ അവന് കൊടുത്തു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങളും ഞെരുക്കങ്ങളും തള്ളിക്കളയലുകളും എല്ലാം ഉണ്ടാകുമ്പോൾ നാം ഞെരുങ്ങണ്ട. ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയാൽ മാത്രം മതി. കാര്യങ്ങളെല്ലാം ദൈവം നേരെയാക്കിക്കൊള്ളും. ദൈവം അത്ഭുതകരമായ നിലയിൽ നമ്മളെ പരിപാലിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ യോസെഫ് ഈ ഫറവോ ഈ പോത്തിഫറിനെ വളരെ ഇഷ്ടനായിട്ട് അവിടെ ശുശ്രൂഷ ചെയ്തു. പോത്തിഫറിന് മനസ്സിലായി ഇവനോട് കൂടെ ദൈവം ഇരിക്കുന്നുണ്ട്. എന്നാൽ നമ്മളെവിടെ ആത്മാർത്ഥതയോടു കൂടി ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ പിശാചിൻ്റെ ഒരു ഏജൻറ് എപ്പോഴും ഉണ്ടായിരിക്കും. ഇവിടെ ഈ പോത്തിഫറിൻ്റെ ഭവനത്തിലെ എല്ലാ കാര്യങ്ങളും പോത്തിഫർ അവനെ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു ദിവസം അവൻ്റെ ഭാര്യ വന്നിട്ട് അവളോട് കൂടെ ശയിക്കുവാനും അങ്ങനെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുവാനും എല്ലാം അവനെ നിർബന്ധിക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞു, ഈ വീട്ടിലെല്ലാം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു, നിന്നെ ഒഴികെ, നീ എൻ്റെ യജമാനൻ്റെ ഭാര്യയാണ്, നിന്നെ ഒഴികെ ബാക്കിയെല്ലാം ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. ഞാൻ ഈ പാപം ചെയ്ത് ദൈവത്തോടും ആ യജമാനോടും ഞാൻ ദോഷം ചെയ്യുകയില്ല എന്ന് പറഞ്ഞപ്പോൾ ഇവള് അവനെ കയറി പിടിച്ചു. എന്നാൽ അവൻ്റെ മേലങ്കി ഊരിയിട്ടിട്ട് അവൻ പുറത്തേക്ക് ഓടിപ്പോയി. അപ്പോൾ ഇവൾ അവിടെ ഇരുന്ന് കരഞ്ഞു. പോത്തിഫറിൻ്റെ ജോലിക്കാരൻ എന്നെ അവമാനപ്പെടുത്താനായിട്ട് ശ്രമിച്ചു. ഞാൻ കൂകി വിളിച്ചപ്പോൾ അവൻ വസ്ത്രം ഊരിക്കളഞ്ഞിട്ട് ഓടിപ്പോയി എന്ന് പറഞ്ഞ് അവൻ്റെ പേരിൽ അപവാദം പറഞ്ഞ് അവനെ ജയിലിലടയ്ക്കുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീർന്നു. ഇതൊക്കെ സംഭവിക്കുമ്പോൾ ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ അകാരണമായ ചില സംഭവങ്ങൾ നടക്കുമ്പോൾ, അകാരണമായ ചില തെറ്റിദ്ധാരണകളെല്ലാം ഉണ്ടാകുമ്പോൾ, പോത്തിഫർ അവനെ പിടിച്ച് ജയിലിലിട്ടു. അവൻ ഫറവോൻ്റെ അകമ്പടി നായകനാണ്, അവൻ ഒരു വലിയ ഉദ്യോഗസ്ഥനാണ്.
അവനെ പിടിച്ച് ജയിലിലിട്ടു. പക്ഷേ ഈ ജയിലിൽ കിടക്കുന്നത് ദൈവത്തിൻ്റെ അടുത്തൊരു പ്ലാനാണ്. അവനെ എവിടെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരണോ അതിനുവേണ്ടി ദൈവം തന്നെയാണ് എല്ലാം ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നാം റോമാലേഖനം 8-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായിട്ട് കൂടി ദൈവം വ്യാപരിപ്പിക്കുക. ഈ സ്ത്രീയുടെ മുമ്പിൽ നിന്ന് അവൻ ഓടിപ്പോയെങ്കിൽ അവനിപ്പോൾ ജയിലില്ല. അങ്ങനെ ജയിലിൽ കിടക്കുന്ന അടുത്തൊരു ഘട്ടത്തിലേക്ക് അവനെ ഉയർത്തുവാൻ വേണ്ടിയിട്ടാണ് ജയിലിലേക്ക് കൊണ്ടുപോകുന്നത്. ഫറവോൻ്റെ കൊട്ടാരത്തിൽ നിന്ന് ആ ഒരു സ്റ്റേജിലേക്ക് അവൻ വരികയില്ല. അങ്ങനെ ജയിലിൽ അവനെ അവിടെ കിടന്നു. അവിടെയും അവൻ നിരാശനൊന്നുമില്ല. അവൻ വളരെ സന്തോഷത്തോടു കൂടി അവിടെ ജോലി ചെയ്യുന്നത് കാണുവാനായിട്ട് സാധിക്കും. അവിടെ 2 ആളുകൾ വന്നു. ഫറവോ രാജാവിൻ്റെ കൊട്ടാരത്തിലെ അപ്പക്കാരനും പാനപാത്രവാഹകനും, ഫറവോന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന അപ്പക്കാരനും അതുപോലെ തന്നെ പാനപാത്രം വീഞ്ഞു കൊടുക്കുന്ന പാനപാത്രവാഹകനും അതിന് നേതൃത്വം കൊടുക്കുന്ന ആളും അവിടെ ജയിലിൽ ഏതോ കുറ്റത്തിനാൽ പിടിക്കപ്പെട്ടു. ഈ രാജാവിനോടുള്ള വിഷയത്തിൽ ഉണ്ടായിരുന്ന കുറ്റം തന്നെയാണ്. അങ്ങനെ പിടിക്കപ്പെട്ട് അവർ ജയിലിലാക്കി. അതിനുശേഷം ഇരുവരും ജയിലിൽ വെച്ചൊരു സ്വപ്നം കാണുകയാണ്. അവർ വളരെ നിരാശയിൽ നിന്നപ്പോൾ യോസേഫ് ചോദിച്ചു, എന്താണ് നിങ്ങൾ ഇത്ര നിരാശപ്പെട്ടിരിക്കുന്നത്, എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചത്, പറയൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ പറഞ്ഞു, ഞങ്ങളിങ്ങനെ ഒരു സ്വപ്നം കണ്ടു. അപ്പോൾ യോസേഫ് ഈ സ്വപ്നത്തിൻ്റെ അർത്ഥം അവരോട് പറയുകയാണ്. ഇവർ പറഞ്ഞ പ്രകാരം സംഭവിക്കുകയും ഇവരെ 2 പേരെയും തിരിച്ചു വിളിപ്പിക്കുകയും ഒരുത്തനെ തൂക്കിക്കൊല്ലുകയും ഒരുത്തനെ വീണ്ടും അധികാരത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായി. ഇവൻ പോകുമ്പോൾ യോസേഫ് പറഞ്ഞു, നിങ്ങൾ എൻ്റെ കാര്യം ഒന്ന് ഓർക്കണം, ഞാനൊരു കുറ്റവും ചെയ്തിട്ടല്ല ഇവിടെ വന്ന് കിടക്കുന്നത്, അതുകൊണ്ട് അത് ഫറവോൻ്റെ അടുക്കൽ പറഞ്ഞ് എന്നെ ഇവിടെ നിന്ന് മോചിപ്പിക്കണമെന്ന് പറയുകയുണ്ടായി. പക്ഷേ അവരതൊക്കെ മറന്നു കളഞ്ഞു. കാലം മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഫറവോ രാജാവ് ഒരു സ്വപ്നം കാണുകയാണ്. ഫറവോ രാജാവിൻ്റെ സ്വപ്നം എന്ന് പറയുന്നത് അത് ഒരു അതിഭയാനകമായ സ്വപ്നമാണ്. കാരണം ഒരു വലിയ 7 പശുക്കൾ കയറി വരുന്നു. നല്ല കൊഴുത്ത് തടിച്ച 7 പശുക്കൾ കയറി വരുന്നു. അതിനുശേഷം 7 മെലിഞ്ഞ പശുക്കൾ വരുന്നു. ഈ കൊഴുത്ത് തടിച്ച പശുക്കളെ ഈ മെലിഞ്ഞ പശുക്കൾ അത് തിന്നുകളഞ്ഞു. അത് ഭയങ്കരമായ നിലയിൽ അവരുടെ വയറ്റിലേക്ക് ചെന്നതുപോലും പറ്റാത്ത രീതിയിൽ തന്നെ തിന്നുകളഞ്ഞു. പിന്നെ 7 നെൽക്കതിരുകൾ, വലിയ നല്ല പുഷ്ടിയുള്ള 7 നെൽക്കതിരുകൾ പൊങ്ങി വന്നു. അതിനുശേഷം 7 നേർത്ത നെൽക്കതിരുകൾ വന്നു. അതും ഇതുപോലെ തന്നെ സംഭവിക്കുന്നത് കണ്ടപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ ഫറവോ ആകെ വിഷമിച്ചു. ഉടനെ മന്ത്രവാദികളെല്ലാം വിളിച്ചു, ജ്ഞാനികളായിട്ടുള്ള ആളുകളെല്ലാം വിളിച്ചു, ഞാൻ സ്വപ്നം കണ്ടു, എനിക്ക് അതിൻ്റെ അർത്ഥം പറയണമെന്ന് പറഞ്ഞു. എന്നാൽ അവർക്ക് ആർക്കും അതിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുക്കുവാനായിട്ട് സാധിച്ചില്ല. അങ്ങനെ ഇരിക്കുകയാണ് പാനപാത്രവാഹം പറയുന്നത്, ഇപ്പോൾ ഞാൻ എൻ്റെ കുറ്റം ഓർക്കുന്നു, ഞാൻ ഒരാളെ രക്ഷിക്കാമെന്ന് സഹായിക്കാമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ അവൻ സ്വപ്നത്തിൻ്റെ അർത്ഥം പറയുന്ന ഒരുവനാണ്, അവൻ ജയിൽ കിടക്കുകയാണ്, ചെയ്യാത്ത കുറ്റത്തിന് അവിടെ വന്ന് കിടക്കുകയാണെന്ന് പറഞ്ഞു. അവൻ ഇതിൻ്റെ അർത്ഥം പറയുമെന്ന് പറഞ്ഞു. അങ്ങനെ പാനപാത്രൻ്റെ വാക്ക് കേട്ടത് മൂലം രാജാവ് ആളയക്കുകയാണ്. ഉടനെ തന്നെ അവനെ ക്ഷൗരമെല്ലാം ചെയ്യിച്ച് അവനെ ജയിലിൽ നിന്ന് നല്ല വസ്ത്രമെല്ലാം ധരിപ്പിച്ച് ഫറവോ രാജാവിൻ്റെ മുൻപിൽ നിർത്തുകയാണ്. അപ്പോൾ അവൻ പറഞ്ഞു, നീ ഇങ്ങനെ സ്വപ്നത്തിൻ്റെ അർത്ഥമെല്ലാം പറയുന്ന ആളാണെന്ന് മനസ്സിലാക്കി, ഞാനിങ്ങനെ ചില സ്വപ്നങ്ങൾ കണ്ടു, നീ അതിൻ്റെ അർത്ഥമെല്ലാം പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ യോസേഫ് പറഞ്ഞു, സ്വപ്നത്തിൻ്റെ അർത്ഥമെല്ലാം പറഞ്ഞിരുന്നത് ദൈവമാണ് എന്ന് പറഞ്ഞ് യോസേഫ് ആ സ്വപ്നത്തിൻ്റെ അർത്ഥം പറയുകയാണ്. ഒരു വലിയ സമ്പത്തിൻ്റെ ഒരു ആധിക്യം വരാനായിട്ട് പോകുന്നു. അതായത് കൃഷിയും എല്ലാം ധാരാളമായിട്ടുണ്ടായി ഒരു വലിയ സമൃദ്ധി വരുവാനായിട്ട് പോകുന്നു 7 വർഷക്കാലം. എന്നാൽ അതിനുശേഷമുള്ള അടുത്ത 7 വർഷക്കാലം ഭയങ്കരമായ ഒരു ദാരിദ്ര്യം, ഒരു ക്ഷാമം ദേശത്തുണ്ടാകുവാനായിട്ട് പോകുന്നു. അതുകൊണ്ട് അടുത്ത 7 വർഷത്തേക്ക് ആദ്യമേ ഉണ്ടാകുന്ന ഈ സമൃദ്ധിയിൽ നിന്ന് അടുത്ത ക്ഷാമകാലത്തേക്കുള്ള കാര്യങ്ങളെല്ലാം സൂക്ഷിച്ചു വെക്കണം. ദൈവം അത് രാജാവിന് മുന്നറിയിപ്പായിട്ട് നൽകിയതാണ് എന്ന് യോസേഫ് അത് വെളിപ്പെടുത്തുകയുണ്ടായി. സ്വപ്നം രാജാവിന് ഇഷ്ടപ്പെട്ടു. ഇത്രയധികം ജ്ഞാനമുള്ള ഒരുവനെ തന്നെ ഇതിൻ്റെ അധികാരിയാക്കി വെക്കണമെന്ന് തീരുമാനിക്കുകയും യോസഫിനെ ആ രാജ്യത്തിൻ്റെ 2ാമനായിട്ട് അവിടെ വാഴിക്കുവാൻ തക്കവണ്ണം ഫറവോ രാജാവ് തീരുമാനം എടുക്കുകയും ചെയ്തു. അങ്ങനെ പിന്നീട് നാം കാണുന്ന കാര്യം, ദേശത്ത് സമൃദ്ധിയായ വിളവുണ്ടായി, പിന്നീട് ക്ഷാമമുണ്ടായി, വർഷങ്ങൾ മുന്നോട്ട് പോയി. അങ്ങനെ ഇരിക്കെ മിസ്രൈമിൽ ധാന്യമുണ്ടെന്ന് കേട്ടറിഞ്ഞ് യാക്കോബും തൻ്റെ പുത്രന്മാരും മിസ്രൈമിലേക്ക് വരികയാണ്. യോസഫ് അവരെ തിരിച്ചറിയുകയും അവരെ കബളിപ്പിക്കുകയും കുറച്ച് സമയം അവരെ വിഷമിപ്പിക്കുകയെല്ലാം ചെയ്തതിന് ശേഷം യോസഫ് അവർക്ക് തന്നെ വെളിപ്പെടുത്തിയതിന് ശേഷം എൻ്റെ അപ്പൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അറിഞ്ഞപ്പോൾ അവനെ വിളിച്ചുകൊണ്ട് വരുവാനായിട്ട് മിസ്രൈമിൻ്റെ രഥത്തെ അയക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. ചൈതന്യം നഷ്ടപ്പെട്ടു പോയ യാക്കോബിന് ചൈതന്യമുണ്ടാകുകയും അവൻ ആ രഥത്തെ കണ്ടപ്പോൾ അവൻ്റെ ചൈതന്യം വീണ്ടും അവൻ പ്രാപിക്കുകയും അങ്ങനെ അവർ 70 പേരോടുകൂടി ഇപ്പോൾ മിസ്രൈമിലേക്ക് വരികയും ചെയ്തു. അങ്ങനെ മിസ്രൈമിൽ അവരവിടെ താമസിച്ചു. ആ ക്ഷാമകാലമെല്ലാം കഴിഞ്ഞു. യോസഫ് അവിടെ ഉന്നതനായ ഒരു വ്യക്തിയായിട്ട് ജീവിച്ചു. വളരെ സമൃദ്ധിയായി, വളരെ സന്തോഷമായി അവരങ്ങനെ പോയി. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഓരോ ഫറവോ എന്ന് പറയുന്ന ഒരു സ്ഥാനപ്പേരാണ്, ഒരു രാജാവിൻ്റെ പേരല്ല. ഓരോ തവണയും നമ്മൾ പ്രധാനമന്ത്രി എന്ന് പറയുന്ന പോലെ ഒരു സ്ഥാനപ്പേരാണ്. അപ്പോൾ അടുത്ത ഫറവോ വന്നു, പിന്നീട് ഒരു ഫറവോ വന്നു. അങ്ങനെ ഇവരാണെങ്കിൽ ദേശത്ത് നിറഞ്ഞു പെരുകി. ഇസ്രായേൽ ജനത്തെ കൊണ്ട്, യഹൂദന്മാരെ കൊണ്ട് ദേശം പെരുകി. എബ്രഹാമിൻ്റെ സന്തതി പെരുകി വർദ്ധിച്ചു. അപ്പോൾ യോസെഫിനെ അറിയാത്ത ഒരു ഫറവോ അവിടെ ഉണ്ടായി. നമുക്കറിയാം, ഇന്നത്തെ തലമുറയിലെ കുട്ടികളോട് മഹാത്മാഗാന്ധി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഞാൻ കണ്ടതാണ്, ഒരു വ്യക്തി ചോദിക്കുകയാണ്, ഓരോ കോളേജിൻ്റെ വാതിൽക്കലെല്ലാം ചെന്നിട്ട് ചില കുഞ്ഞുങ്ങളോട് ചോദിക്കുകയാണ്, ഈ
നമ്മുടെ മഹാത്മാഗാന്ധി ആരായിരുന്നു എന്നെല്ലാം ചോദിച്ചാൽ അവർക്ക് അറിയില്ലാത്ത ആളുകൾ പോലും ഇന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇതുപോലെ യോസഫ് ആ രാജ്യത്തിന് വേണ്ടി ചെയ്ത നന്മകളോ ആ രാജ്യത്തെ രക്ഷിച്ചതോ ആ രാജ്യത്ത് താങ്കൾ വരുവാനുണ്ടായ കാരണങ്ങളോ ഒന്നും അറിയാത്ത ഒരു രാജാവ്, ഒരു ഫറവോ അവിടെ ഉണ്ടാവുകയും ഇവരെ ഇങ്ങനെയൊരു ജനം പെരുകി വരുന്നത് കണ്ടപ്പോൾ അവരെ അടിമകളാക്കി അവരെ വെക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. യോസഫിനെ അറിയാത്ത ഒരു പുതിയൊരു രാജാവ് മിസ്രൈമിലുണ്ടായി. പുറപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്കത് കാണുവാൻ സാധിക്കും. യോസഫിനെ അറിയാത്ത പുതിയൊരു രാജാവ് മിസ്രൈമിലുണ്ടായി. അതിനുശേഷം ഇസ്രായേൽ ജനത്തിൻ്റെ കഷ്ടകാലം ആരംഭിക്കുകയായിരുന്നു. അവർക്ക് വലിയ സംഭാര നഗരങ്ങളെ പണിയുവാൻ തക്കവണ്ണം അവരെ അടിമകളായിട്ട് വേല ചെയ്യിച്ചു. അങ്ങനെ അടിമകളായിട്ട് വേല ചെയ്യിച്ച് അവരെ കഷ്ടത്തിലൂടെ അവരെ നടത്തിവിട്ടു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദൈവം മോശ മുഖാന്തരം ഇവരെ രക്ഷിക്കുവാനായിട്ട് പറഞ്ഞയക്കുന്നതും അങ്ങനെ മോശ ഇവരെ രക്ഷിക്കുവാനായിട്ട് അവിടെ വരികയും ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആ സംഭവബഹുലമായ കാര്യങ്ങളാണ് നാം ഇതുവരെയും കേട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവരെ രക്ഷിക്കുവാനായിട്ട് മോശ വന്ന് അനവധി അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം കാണിച്ചെങ്കിലും ഈ ഫറവോ രാജാവ് അതിനൊട്ടും വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറായില്ല, അവരെ അയക്കുവാനായിട്ട് തയ്യാറായില്ല. അപ്പോഴാണ് ദൈവം ഒരു വലിയ ന്യായവിധി നടത്തിയത്. നാം പ്രാരംഭത്തിൽ വായിച്ചു കേട്ടത് എന്താണ്? അവരവിടുന്ന് പുറപ്പെടുമ്പോൾ ആ പെസഹൻ്റെ പിറ്റേന്നാൾ, പെസഹ കഴിഞ്ഞ് അതിൻ്റെ പിറ്റേന്നാൾ അവർ പുറപ്പെടുമ്പോൾ ഇസ്രായേൽ മക്കളെല്ലാം മിസ്രൈമ്യരും കാൺകെ യുദ്ധസന്നദ്ധരായിട്ട് പുറപ്പെട്ടു. മിസ്രൈമ്യരോ യഹോവ തങ്ങളുടെ ഇടയിൽ സംഹരിച്ച കടിഞ്ഞൂലുകളെല്ലാം കുഴിച്ചിടുകയായിരുന്നു. ദൈവം ഒരു വലിയ ന്യായവിധി നടത്തിയിട്ട് തൻ്റെ ജനത്തെ രക്ഷിച്ചുകൊണ്ട് പോകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, നിൻ്റെ സാഹചര്യം എന്താണ് എന്ന് എനിക്കറിയില്ല. എന്നാൽ നിന്നെ അടിമപ്പെടുത്തുന്ന മേലുദ്യോഗസ്ഥന്മാർ അവരെ ഇപ്പോഴും നിനക്ക് ലഭിക്കേണ്ട അർഹതയുള്ള സ്ഥാനത്തിലേക്ക് നിന്നെ കൊണ്ടുവന്നില്ലെങ്കിൽ ആ സ്ഥാപനം തന്നെ അനുഗ്രഹിക്കപ്പെടുന്നില്ല. യോസഫിനെ ഫറവോ പോത്തിഫർ ഉയർത്തി അതേ സമയം മുതൽ അവിടെ കാണുന്നത് പോത്തിഫറിനെയും കുടുംബത്തെയും ദൈവം അനുഗ്രഹിച്ചു എന്നുള്ളതാണ്. നാം ദൈവമക്കളായിട്ട് വിശ്വസ്തനായിട്ട് ജോലി ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കേണ്ട അംഗീകാരങ്ങൾ തടയപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ ഒരു അനുഗ്രഹം ഉണ്ടാവുകയില്ല. എന്നാൽ ദൈവം ന്യായവിധി നടത്തി തൻ്റെ ജനത്തെ വിടുവിച്ച് പുറത്തേക്ക് കൊണ്ടുവരുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നെ കേൾക്കുന്ന സഹോദര, സഹോദരി, നീ ഒട്ടും നിരാശപ്പെട്ടു പോകണ്ട. നിൻ്റെ അമ്മ നിന്നെ തള്ളിക്കളഞ്ഞാലും, പെറ്റമ്മ നിന്നെ മറന്നാലും, നിൻ്റെ സഹോദരങ്ങൾ നിന്നെ തള്ളിക്കളഞ്ഞാലും, നിൻ്റെ പിതാവ് നിന്നെ തള്ളിക്കളഞ്ഞാലും, നിൻ്റെ സമൂഹം, നിൻ്റെ ചുറ്റുപാടുകൾ, നിൻ്റെ സ്വന്തക്കാർ, ബന്ധുക്കൾ എല്ലാവരും നിന്നെ തള്ളിക്കളഞ്ഞാലും, നിന്നെ സ്നേഹിക്കുന്ന, നിന്നെ കരുതുന്ന, നിനക്കായിട്ട് നന്മകളെ ഒരുക്കി വെച്ചിരിക്കുന്ന സർവശക്തനായ ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് ഒട്ടും നിരാശപ്പെടാതെ ദൈവകരങ്ങൾ ഏൽപ്പിച്ച് ദൈവകൃപയ്ക്ക് വേണ്ടി ചോദിച്ചുകൊണ്ട് നീ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും നിനക്കൊരു വിജയമുണ്ട്. ദൈവവചനം മാറ്റമില്ലാത്തതാണ്. വാക്കുമാറാത്ത ഒരു ദൈവത്തിൻ്റെ വചനത്തിലാണ് നാം വിശ്വസിക്കുന്നത്. നമ്മുടെ ജീവിതത്തെ ദൈവം മാറ്റിമറിക്കും. ഇന്ന് ഈ വചന കേൾവി അതിന് മുഖാന്തരമായി തീരട്ടെ. അവൻ്റെ വലിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമീൻ, ആമീൻ.